വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ചാനലിലെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഒരു മുട്ട കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണിത്. ബിഗിനേഴ്സിനായിരുന്നാൽ പോലും നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. അതായത് 5th സെപ്റ്റംബർ മുതൽ 31st ഡിസംബർ വരെയുള്ള എല്ലാ വീഡിയോസിനും ഉണ്ടാവുന്ന എല്ലാ നല്ല കമൻസിനും ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നേരെ സ്നാക്കിൻ്റെ വീഡിയോയിലോട്ട് പോകാം. സ്നാക്കിന് 4 മുട്ട വേണം. ആ മുട്ട ഞാനൊരു മിക്സറിലോട്ടിച്ച് പൊട്ടിച്ചൊഴിക്കുവാണ്. ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 സ്പൂണോളം ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു ചെറിയ സ്പൂണോളം ഞാൻ ഗരം മസാല പൊടി ഇടുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല വേണമെങ്കിലും ഇടാം. ഞാൻ അതിന് പകരം ഈ മാഗി ചിക്കൻ സ്റ്റോക്കാണ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ നുള്ളാണ് ഞാൻ ഇടുന്നത് ഇതിൻ്റെ അകത്തോട്ടേക്ക്. എത്ര ഒരു ചെറിയ സ്പൂണാണ് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നത്. ഇനി ഇതിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം. ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. നമുക്കിനി ഇത് അടിച്ചെടുക്കാം. ഞാനിവിടെ മുട്ട അരച്ചെടുത്തിട്ടുണ്ട് നല്ലോണം. ഇവിടെ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ടേക്ക് ഞാൻ ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലോണം ഇത് നേരെ തടവി കൊടുക്കും. നമുക്ക് ഈ മുട്ട ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ കുറച്ച് നേരത്തേക്ക് ആവി കൊള്ളാൻ വയ്ക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ടേക്ക് ഞാൻ ഈ മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ മുട്ടയുടെ പാത്രം ഇതിൻ്റെ അകത്ത് ഇറക്കി വയ്ക്കാനാണ്. അതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റിങ് വയ്ക്കാം. എനിക്ക് ഈ റിമ്മിൽ ഇത് നിൽക്കുന്നതായിരിക്കും. ഇതിൻ്റെ അകത്തോട്ടേക്ക് ഞാൻ ഈ പാത്രം ഇറക്കി വയ്ക്കുകയും 15 മിനിറ്റോളം ഇത് ഞാൻ ആവി കൊള്ളാൻ വയ്ക്കുകയും ചെയ്യുന്നു. എൻ്റെ കയ്യിൽ പാത്രം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയും വെക്കാം, അല്ലാതെ വെക്കാം. അടിയിൽ വെള്ളം വെച്ചിരുന്നാൽ മതി. 15 മിനിറ്റ് കൂടുതൽ വെള്ളം മുട്ട ഇതിൻ്റെ അകത്ത് ഇരിക്കാനും പാടില്ല. 15 മിനിറ്റിനുള്ളിൽ വേവുന്നതിനനുസരിച്ച് ഇതങ്ങ് എടുത്ത് മാറ്റുന്നതാണ്. ഞാൻ ഇത് ആവി കൊള്ളാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. റെഡി ആയിട്ടുണ്ട്. ചൂട് ഇതാ ആവി ഏറിയിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടാറാൻ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കട്ടിങ് ട്രേയിലോട്ട് തിരിച്ചിടാം. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു ക്യൂബ്സ് ആയിട്ടാണ് നമുക്കിത് വേണ്ടത്. നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ടാക്കാം. നമുക്കിതിലോട്ട് കുറച്ച് മൈദ എടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഇങ്ങനെ ഇതാക്കിയെടുക്കാം, കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്കിതുപോലെ കോട്ട് ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു. നമ്മളിത് എല്ലാം മൈദ ഇട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ അടുത്തൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കണം. കൂടാതെ ഇതിൻ്റെ അകത്തോട്ടേക്ക് 1 സ്പൂണോളം ഞാൻ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഈ കോട്ടിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്കിത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്ത് നിന്ന് ഓരോ ബ്രെഡ് ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസ് ഇട്ട് ഒന്ന് ഇതുപോലെ നമ്മൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മളിവിടെ ബ്രെഡിലെല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. പാനിലോട്ടേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പാൻ ചൂടാക്കി നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു ട്രിപ്പിൽ തന്നെ എല്ലാം ഇടാൻ ശ്രമിക്കുക. കാരണം കുറച്ചും കൂടി നമ്മൾ ബ്രെഡ് ക്രംസ് ഇടുമ്പോഴത്തേക്ക് ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ചെറിയൊരു സ്പൂൺ കൊണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. കുട്ടികൾക്കായിരുന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന്. അതുപോലെ നമ്മൾ ഒരു ഗിവ് അവേ ഉണ്ട്. അതായത് നമ്മുടെ 31st ഡിസംബർ വരെയുള്ള എല്ലാ നല്ല കമൻസിനും ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക.
നമ്മുടെ ഈ സ്നാക്ക് എന്ന് പറയുന്നത് നല്ല സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.